10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശിവാനി ജയറാമിന്റെ കവിതാ സമാഹാരം ശ്രദ്ധ നേടുന്നു. ഇതിനോടകം 60-ൽ പരം കവിതകൾ എഴുതിക്കഴിഞ്ഞു ഈ മിടുക്കി. പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ ശിവാനി പെരിഞ്ചേരി ചക്കാലക്കൽ നമശിവായ റോഡിൽ ജയറാം ജയശ്രീ ദമ്പതികളുടെ 2 മക്കളിൽ ഇളയവളാണ്. പഠനത്തോടൊപ്പം 42 കവിതകൾ അടങ്ങിയ വേഴ്സസ് ബിറ്റ്വീൻ ദ സ്റ്റാർസ് എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരമാണ് ശിവാനി എഴുതി പുറത്തിറക്കിയത്. സമൂഹത്തിലെ അനീതിക്കും നീതികേടിനുമെതിരെ തൂലികയിലൂടെ തന്റേതായൊരു തലം കണ്ടെത്തിയിരിക്കുകയാണ് ശിവാനി. സ്കൂളിന്റെ വാഗ്ദാനവും അഭിമാനവുമാണ് ശിവാനി ജയറാം എന്ന പ്രിൻസിപ്പൽ PV സുധാകരൻ പറയുന്നു. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു കവിയാണ്. ഞങ്ങളുടെ സ്കൂളിൽ ഇത്തരത്തിലുള്ളൊരു കവിതാ സമാഹാരം വേഴ്സസ് ബിറ്റ്വീൻ ദ സ്റ്റാർസ് എന്ന പേരിലുള്ള ഒരു കവിതാ സമാഹാരം ഞങ്ങളുടെ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി പബ്ലിഷ് ചെയ്തു എന്നുള്ളത് വളരെ അഭിമാനം ഉള്ളൊരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് കവിതകൾ ഇതിൻ്റെ അകത്തുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് അറിയാം ഈ കുട്ടി എത്രമാത്രം പുറം ലോകവുമായിട്ട് എത്രമാത്രം സംവദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാണ് ഈ കവിതകൾ വായിക്കുമ്പോൾ. കുട്ടി എഴുത്തുകാരിൽ വേറിട്ട വ്യക്തിത്വമാണ് ശിവാനി എന്ന് ക്ലാസ് അധ്യാപിക ഉഷാകുമാരി പറഞ്ഞു. എൻ്റെ സ്റ്റുഡൻ്റാന്നുള്ളതിൽ എനിക്ക് വലിയ അഭിമാനമാണ്. അവൾ നല്ലൊരു എഴുത്തുകാരിയാണ്. പ്രായത്തിനനുസരിച്ചതല്ല അവൾ എഴുതുന്നതിനേക്കാൾ പക്വമായിട്ട് വളരെ സർഗാത്മകതയുള്ള കുട്ടിയാണ്. നല്ലൊരു ഭാവി അവൾക്ക് ഉണ്ടാവട്ടെ. എന്തായാലും എനിക്കും സ്കൂളിനും ഒക്കെ അവൾ നല്ലൊരു അഭിമാനം തന്നെയാണ്. സഹപാഠിയായ ശിവാനിയുടെ കവിതകൾ സമപ്രായക്കാർക്ക് പ്രചോദനമാണെന്നും എഴുത്തുകാരി എന്ന രീതിയിലുള്ള ഉയർച്ച അഭിമാനമാണെന്നും സഹപാഠികൾ അഭിപ്രായപ്പെട്ടു. Friends for 10 years and I'm so overwhelmed to witness her success. This book is quite powerful and the poem don't try to explain everything. It gives a space for the readers to read and interpret. It shows a quiet fascination with words. Her poems depict raw emotions. Many of her poems are quite relatable to teenagers like us. We are so proud of her and her achievement. It's quite fascinating how she notices the slightest things in the society and expresses in her poem. When the book was published, I was so excited that I kept telling everyone around me that she is my friend and she has now become an author. It's very proud for all of us. വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനമാണ് അക്ഷരവഴികളിൽ ശിവാനിക്ക് ഊർജ്ജമാകുന്നത്. ഓരോ കവിതകൾ എഴുതുമ്പോഴും പാരൻസ് ഞങ്ങളെ ചേച്ചിയും കാണിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ രീതിയിലൊരു പ്രോത്സാഹനം, ബിക്കോസ് എഴുതി വെക്കൂ, നമുക്ക് ഏതെങ്കിലും പബ്ലിഷേഴ്സിനെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ 68 കവിതകളോളം ശിവാനി എഴുതിയിട്ടുണ്ട്. സ്കൂളിലെ ലൈബ്രറി ഇറ്റ് വാസ് ആൾസോ ഹെൽപ്ഫുൾ. ബുക്സ് അത്യാവശ്യം ലൈബ്രറിയിൽ നിന്ന് എടുത്തൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ പഠിപ്പിൻ്റെ ഒപ്പം വേറെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ NCCയിലുണ്ടായിരുന്നു, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലുണ്ടായിരുന്നു, പിന്നെ ഡാൻസ്, അത്യാവശ്യം നാട്ടിലോരോ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ പഠനത്തെ ബാധിക്കാതെ ഉള്ള ഒരു സമീപനം, ഒരു പ്രോത്സാഹനം മാത്രമാണ് നമ്മുടെ ഭാഗത്ത്. ശിവാനിയുടെ പുതിയ പുസ്തകം സാഹിത്യലോകത്തിന്റെ ശ്രദ്ധയിൽ ഇടം നേടിക്കഴിഞ്ഞു. കാവ്യലോകത്ത് ഇനിയും ഏറെ എഴുതി മുന്നേറാൻ തൂലികയിൽ ഇന്ധനം നിറച്ച് പുതുപ്രതീക്ഷകളുടെ സൂര്യോദയങ്ങൾ സ്വപ്നം കാണുകയാണ് ഈ മിടുക്കി. TCV ന്യൂസ്, വടക്കാഞ്ചേരി.